10ാം ക്ലാസ്സിലെ ഐ.ടിയിലെ അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് മിഴിവോടെ എന്ന ചാപ്റ്ററിൽ നിന്ന് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അത്തരത്തിൽ ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെബ് പേജിനെ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതും എക്സ്റ്റേണൽ സ്റ്റൈൽസ് ഉപയോഗിച്ച് എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതും അതേപോലെ നമ്മുടെ ഒരു വെബ് പേജിനകത്തുള്ള കുറച്ച് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മുടെ വെബ് പേജിനെ എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അത്തരത്തിലുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റ് ആക്കുകയാണ്. 7 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. എല്ലാ നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഭാഗത്തു നിന്നും 7 മാർക്കിന്റെ ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മിസ്സാക്കരുത്. ആ 7 മാർക്ക് നമുക്ക് സെറ്റ് ആക്കണം. വീഡിയോയിലേക്ക്. Create a web page as shown in the model as per the given instructions. Okay. Open the file vegetable_farm.html given in exam documents in home in a text editor and make the following changes in styles. എന്താ പറഞ്ഞിരിക്കുന്നത്? മാതൃകയിൽ നൽകിയിരിക്കുന്ന ഒരു വെബ് പേജ്, ഈ ഒരു വെബ് പേജ് ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി തയ്യാറാക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ ഉള്ള vegetable_farm.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് സ്റ്റൈലുകളിൽ ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തണം. എന്തൊക്കെയാ മാറ്റം വരുത്താൻ പറയുന്നത് നോക്കാം. സെറ്റ് ഫോണ്ട് ഫാമിലി ടു ഏരിയൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഗ്രീൻ ഓഫ് ദ മെയിൻ ഹെഡിങ് ഓഫ് ദ വെബ് പേജ്. അതായത് ഈ വെബ് പേജിലെ മെയിൻ ഹെഡിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനുമാക്കണം, ഫോണ്ട് ഫാമിലി ഏരിയലുമാക്കണം. അടുത്തത് എന്താ പറയുന്നത്? സെറ്റ് ഫോണ്ട് സൈസ് ഓഫ് പാരഗ്രാഫ് ടു 22 px 22 പിക്സൽ ആക്കണം അതിന്റെ പാരഗ്രാഫിന്റെ ഫോണ്ട് സൈസ്. പിന്നെ എന്താ പറയുന്നത്? ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രീൻ ആക്കി മാറ്റണം. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് സേവ് ചെയ്യാനാണ് പറയുന്നത്. സേവ് ആസ് ഉപയോഗിച്ച് സേവ് ചെയ്യണം. ആദ്യം നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു HTML ഫയലിലെ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? ആ ഒരു ഫോൾഡറിലേക്ക് പോകാം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് പോകാനാണ് പറയുന്നത്. ഹോമിലേക്ക് വരിക. ഓക്കെ, ഇവിടെ ഹോം കാണും. ഹോമിലേക്ക് വരിക. എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? vegetable_farm എന്ന് പറയുന്ന HTML ഫയലാണ് അല്ലെ. ഇത് ഇവിടെ താഴെയായിട്ട് vegetable_farm.html എന്ന ഫയൽ ഉണ്ട്. ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ വെബ് പേജ് ഉള്ളത് എന്നൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യാം? ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വെബ് പേജിനെ നമുക്ക് ആ ഒരു HTML ഫയലിനെ നമുക്ക് ബ്രൗസറിൽ തുറക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വെബ് പേജ് രൂപത്തിൽ നമുക്കിത് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ വെബ് പേജ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇതിനെ നമുക്ക് നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചതുപോലെ മാറ്റണം. ആ മാറ്റേണ്ടത് എന്തൊക്കെയാണെന്നുള്ള ഹിന്റുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പം നമുക്കിത് വേണ്ട. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു HTML പേജിനെ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്ന് കാണാലോ. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്, ഫയർഫോക്സ് വെബ് ബ്രൗസർ ഉണ്ട്. നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഒരു വെബ് ബ്രൗസർ ഏതാണോ അത് ചൂസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തണം. അതിൻ്റെ HTML കോഡിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? HTML കോഡ് അതിൻ്റെ അകത്തുള്ള CSS-ലൊക്കെ നമുക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യണം. ടെക്സ്റ്റ് എഡിറ്റർ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ HTML കോഡുകളും ഇവിടെ കാണാൻ പറ്റും. ചോദ്യം ശ്രദ്ധിക്കുക. നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. ആൻഡ് മേക്ക് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ സ്റ്റൈൽസിൽ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തണം. ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഈ ഒരു വെബ് പേജിനകത്ത് കാസ്കേഡിംഗ് സ്റ്റൈൽ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഹെഡ് എന്നൊരു ടാഗ് ഉണ്ടല്ലോ. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് എന്ന ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിലായിട്ട് സ്റ്റൈൽ എന്നൊരു ടാഗ് ഉണ്ട് അല്ലെ. സ്റ്റൈൽ എന്നൊരു ടാഗ് ഇവിടെ കാണാം. താഴെ സ്റ്റൈൽ എന്ന ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റൈൽ ടാഗുകൾക്കിടയിൽ കൊടുക്കുന്നതാണ് നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ. ഓക്കെ, ഇതിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. സ്റ്റൈലിൽ മാറ്റം വരുത്താനാണ് പറയുന്നത്. ഈ ഒരു കാസ്കേഡിംഗ് സ്റ്റൈലിലായിരിക്കണം നമ്മൾ മാറ്റം വരുത്തേണ്ടത്. എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഫോണ്ട് ഫാമിലി ടു ഏരിയൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഗ്രീൻ ഓഫ് ദ മെയിൻ ഹെഡിങ് ഓഫ് ദ വെബ് പേജ്. മെയിൻ ഹെഡിങ് ഓഫ് ദ വെബ് പേജ് എന്ന് പറയുന്നത് അഗ്രി റൂട്ട്സ് എഡ്യൂക്കേഷണൽ ഫാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഹെഡിങ് ഏത് ടാഗ് ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിച്ചത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. കുറച്ച് താഴോട്ട് വരാം. ഓക്കെ, ബോഡി ഇവിടെയുണ്ട് അല്ലേ. ബോഡി ടാഗ് ഇവിടെയുണ്ട്. അവിടെ നമുക്ക് എവിടെയാണ് ആ ഒരു ഹെഡിങ് ഉള്ളതെന്ന് നോക്കാം. കണ്ടില്ലേ? ഇവിടെ അഗ്രി റൂട്ട്സ് എഡ്യൂക്കേഷണൽ ഫാം എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് സൂചിപ്പിച്ചിരിക്കുന്നത് H1 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്.
ആ H1 എന്ന ടാഗ് മാത്രമല്ല, H1ന് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഹെഡർ എന്ന പേരിൽ ഒരു ക്ലാസ് ഹെഡർ എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലായി നമ്മുടെ ആ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് H1 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ അതിന് ഹെഡർ എന്നൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുകളിലേക്ക് പോവാം, നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ നോക്കുക. അവിടെ കണ്ടില്ലേ H1 എന്ന ടാഗ് ഡോട്ട് ഇട്ടിട്ട് ആ ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലല്ലേ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന, ക്ലാസ് സെലക്ടർ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടാഗിന്റെ നെയിം ഡോട്ട് എന്താണോ ക്ലാസ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സിൽ വരേണ്ട മുഴുവൻ സ്റ്റൈലുകൾ, മുഴുവൻ ആട്രിബ്യൂട്ട്സും അഥവാ മുഴുവൻ പ്രോപ്പർട്ടീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫോണ്ട് ഫാമിലി ഏരിയൽ എന്ന് കൊടുക്കണം. ഫോണ്ട് ഫാമിലി ഇവിടെ ഉള്ളത് മാറ്റിയിട്ട് അവിടെയുള്ളത് ബാക്ക് കൊടുത്തിട്ട് ഏരിയൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് ഫാമിലി സെറ്റായി. ഇനി എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഗ്രീൻ. ഓക്കെ, ഗ്രീൻ ആക്കിയിട്ട് കൊടുക്കണം. അതിന് തന്നെയാണ് പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊരു പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്, ഒരു കോളൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ലൈറ്റ് ഗ്രേ എന്നാണ് കൊടുത്തത്. ആ ലൈറ്റ് ഗ്രേ എന്നത് മാറ്റിയിട്ട് ഗ്രീൻ എന്ന് കൊടുക്കുക. അത്രയും ഓക്കെ അല്ലേ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന പ്രോപ്പർട്ടി. എന്നിട്ട് അതിന് വാല്യൂ കൊടുത്തു. ഇത്രയും സെറ്റായി. ഇനി എന്താ പറയുന്നത്, സെറ്റ് ഫോണ്ട് സൈസ് ഓഫ് ദ പാരഗ്രാഫ് ടു 22 പിക്സൽ. ഓക്കെ, അതായത് ഖണ്ഡികകൾക്ക് മാതൃകയിലുള്ളതുപോലെ ഫോണ്ട് സൈസ് 22 px നൽകുക. പാരഗ്രാഫ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം, പാരഗ്രാഫ് ടാഗ് പി എന്നൊരു ടാഗ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. പി എന്ന ടാഗ് ഉപയോഗിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അവസാനം പി എന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് അതിന്റെ സ്റ്റൈലുകൾ കൊടുക്കണം. കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുത്ത സ്ഥലത്ത് നമുക്കിവിടെ കണ്ടില്ലേ ആ ഒരു ടാഗിന്റെ പേര് യൂസ് ചെയ്തിട്ട് അല്ലേ. അപ്പൊ ഇത് ടൈപ്പ് സെലക്ടർ ആയിട്ടാണ് കൊടുത്തത്. കാരണം ഏതാണോ ടാഗ് ആ ടാഗ് തന്നെയാണ് നമ്മൾ സ്റ്റൈൽ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ടൈപ്പ് സെലക്ടർ എന്ന് പറയും. ടൈപ്പ് സെലക്ടർ ആയിട്ട് ഇവിടെ ഫോണ്ട് സൈസ്, ടെക്സ്റ്റ് അലൈന്, പാഡിങ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് ഫോണ്ട് സൈസ് 22 ആക്കണം എന്നതാണ്. 12 ഓൾറെഡി ഉള്ളത്, അത് 22 px ആക്കി കൊടുക്കുക. കൊടുത്തല്ലോ. ഓക്കെ, ഇനി എന്താ വേണ്ടേ, വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഗ്രീൻ നൽകുക. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് വെബ് പേജ് ലൈറ്റ് ഗ്രീൻ. നമുക്കറിയാം നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിന്, അതായത് വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡി ടാഗ് ഉണ്ട് അല്ലെ. നമുക്കിവിടെ താഴെ കാണാം ബോഡി ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അവസാനം ബോഡി ടാഗ് ഇവിടെ HTML ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ബോഡി എന്ന ടാഗിനാണ് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ എടുത്ത് നോക്കാം. കാസ്കേഡിംഗ് സ്റ്റൈലിനകത്ത് ഇവിടെ ബോഡി എന്ന ടാഗ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ടൈപ്പ് സെലക്ടർ ആയിട്ട്. ആ ഒരു ബോഡി എന്ന ടാഗ് ആ ടാഗിന്റെ നെയിം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇത് ടൈപ്പ് സെലക്ടർ ആണ്. ടൈപ്പ് സെലക്ടർ ആയിട്ട് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി എന്താ കൊടുത്തത്, വൈറ്റ് ആണ് അല്ലെ. ബാക്ക്ഗ്രൗണ്ട് എന്ന പ്രോപ്പർട്ടി വൈറ്റ് ആണ് വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ചോദ്യത്തിൽ എന്താ പറഞ്ഞേ, ലൈറ്റ് ഗ്രീൻ എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാറ്റം വരുത്താൻ പറഞ്ഞത്. ഇനി സേവ് ദ മോഡിഫൈഡ് ഫയൽ യൂസിങ് ദ സേവ് ആസ് ഓപ്ഷൻ ഇൻ exam10 ഫോൾഡർ. exam10 ഫോൾഡറിനകത്ത് നമ്മളിത് സേവ് ചെയ്യുക. സേവ് ആസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, മാറ്റം വരുത്തിയ ഫയൽ സേവ് ആസ് സംഖ്യ അത് ഉപയോഗിച്ച് ഡയറക്റ്റ് പോയി സേവ് കൊടുക്കരുത്, സേവ് ആസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ 3 ലൈൻസ് ഇവിടെ കാണാൻ പറ്റും അല്ലെ. മുകളിൽ ഒരു 3 ലൈൻസ് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് എന്ന് കാണാം. സേവ് ആസ്, ഈ സേവ് ആസ് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോൾഡറിൽ നമുക്ക് നമ്മുടേതായ പേരിൽ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സേവ് ആസ് കൊടുക്കുക. ഇനി നമ്മളോട് എവിടെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞേ, ഹോമിലെ. ഇവിടെ ഹോം ഉണ്ട്. ഹോമിലെ exam10 എന്ന ഫോൾഡർ ഉണ്ട്. exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ മുകളിൽ കണ്ടില്ലേ vegetable_farm എന്നാണുള്ളത്. അത് ഒഴിവാക്കിയിട്ട് ചോദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഇത്ര സമയം ചെയ്ത പോലെ തന്നെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. .html എന്ന എക്സ്റ്റൻഷൻ അവിടെ നിന്ന് ഒഴിവാക്കണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. .html എന്നത് തന്നെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്ര മാത്രം മതിയോ? പോരാ, ശ്രദ്ധിക്കണം. അപ്പൊ തന്നെ ഇറങ്ങി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവരുത്. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുക. ഓപ്പൺ ദ ഫയൽ ഇൻ എ വെബ് ബ്രൗസർ. വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ അത് ഓപ്പൺ ചെയ്യാൻ എന്ത് വേണം, ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആദ്യം നമ്മൾ ആ സേവ് ചെയ്ത സ്ഥലത്തേക്ക് പോവാം അല്ലെ. നമ്മൾ സേവ് ചെയ്തത് ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്താണ്. exam10 എന്ന ഫോൾഡറിനകത്ത് ഇതാ നമ്മൾ സേവ് ചെയ്ത ആ ഒരു HTML ഫയൽ ഇവിടെ ഉണ്ട്. അത് വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ ഒന്നിക്കൽ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് അത് ഫയർഫോക്സിലൊക്കെ ഓപ്പൺ ആയിക്കോളും. ഫയർഫോക്സ് ഒരു വെബ് ബ്രൗസറാണ്, ക്രോം ഒരു വെബ് ബ്രൗസറാണ്, ക്രോമിയം ഒരു വെബ് ബ്രൗസറാണ്.
അതിലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ഉണ്ട്, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ ഫയർഫോക്സ് വെബ് ബ്രൗസർ കാണാം, അത് കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഫയലിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ അത് വെബ് ബ്രൗസറിൽ ഓപ്പൺ ആയിക്കോളും. ഞാനിവിടെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, നേരത്തെ നമ്മൾ കണ്ട പോലെയാണോ ഉള്ളത്? അല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങളൊക്കെ വന്ന് ഇത് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതിവിടെ ഓപ്പൺ ആക്കി വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയ ചോദ്യത്തിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ചെയ്യാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്, പക്ഷേ തെറ്റിപ്പോവും. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ഇവിടെ അറിയണം. കരിയർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള കരിയർ ഫെസ്റ്റ് എന്ന ഫോൾഡറിൽ index.html എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ഈ പേജ് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് എക്സ്റ്റേണൽ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തി നൽകിയ മാതൃകയിലുള്ളതുപോലെ വെബ് പേജ് ആകർഷകമാക്കുക. A web page index.html related to Career First is given in the folder Career First in exam documents in Home. Open this web page in a text editor. Add external styles to it to make the web page look attractive as shown in the model. അതായത് എക്സ്റ്റേണൽ സ്റ്റൈൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ അട്രാക്റ്റീവ് ആക്കാൻ പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, being the activity by including the file career.css cascading style sheet ആ ഒരു css ഫയല് given in the folder career first in exam documents to the web page. ഓക്കെ, അതായത് എക്സാം ഡോക്യുമെന്റ്സിൽ കരിയർ ഫസ്റ്റ് എന്ന ഫോൾഡറിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ആ ഒരു സ്റ്റൈലുകളൊക്കെ അടങ്ങിയിട്ടുള്ള കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആ ഒരു CSS ഫയൽ നൽകിയിട്ടുണ്ട്. കോപ്പി ദ ഫയൽ career.css to exam 10 ബിഫോർ ബിഗിനിങ് ദ ആക്ടിവിറ്റി. വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഒരു CSS ഫയല് .css എന്ന എക്സ്റ്റൻഷനുള്ള ആ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഫയല് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ exam 10 നമ്മൾ ഫയലുകളൊക്കെ സേവ് ചെയ്ത് സൂക്ഷിക്കുന്ന ആ ഒരു exam 10 എന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ. ഇത് ഇവിടെ പറയുന്നുണ്ട്, എക്സാം ഡോക്യുമെന്റിലെ കരിയർ ഫസ്റ്റ് എന്ന ഫോൾഡറിൽ നൽകിയിട്ടുള്ള career.css എന്ന ഫയൽ വെബ് പേജിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം ചെയ്യേണ്ടത്. പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് career.css എന്ന ഫയൽ exam 10 കോപ്പി ചെയ്യുക. അതാദ്യം ചെയ്യണം. ഹോമിലേക്ക് വരിക, ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഉണ്ട്, എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെ കരിയർ ഫസ്റ്റ് എന്ന് കാണാലോ, കരിയർ ഫസ്റ്റിലേക്ക് വരിക. ഇവിടെ നമുക്ക് രണ്ട് ഫയലുണ്ട്, career.css index.html. നമ്മളോട് പറഞ്ഞത് career.css എന്ന ഫയൽ നമ്മുടെ exam 10 എന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യാനാണ്. career.css എന്ന ഫയൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. എന്നിട്ട് എവിടെ ഇത് പേസ്റ്റ് ചെയ്യണം, നമ്മുടെ exam 10 എന്ന ഫോൾഡറിൽ ഹോമിലെ exam 10 എന്ന ഫോൾഡർ ഇവിടെ കാണാലോ. ഈ exam 10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെയായിട്ട് നമ്മുടെ ഈ ഒരു ഫയൽ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പേസ്റ്റ് എന്ന് കാണാം, പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആ career.css എന്ന ആ ഒരു CSS ഫയൽ നമ്മൾ ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്തു. ഇനി എന്താ വേണ്ടേ, ചോദ്യം നോക്കാം. ഈ ഒരു index.html എന്ന ആ ഒരു ഫയല് നമ്മൾ എന്ത് ചെയ്യണം, ഈ വെബ് പേജ് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്തിട്ട് എക്സ്റ്റേണൽ സ്റ്റൈലുകൾ ഉപയോഗിച്ചിട്ട് നൽകിയതുപോലെ ആക്കണം. ഓക്കെ, എളുപ്പമാണ്, പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന index.html എന്ന ഫയലിലേക്ക് തിരിച്ചു പോവാം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ കരിയർ ഫസ്റ്റ് എന്ന ഫോൾഡർ കാണാം. കരിയർ ഫസ്റ്റ് എന്ന ഫോൾഡറിനകത്ത് നമ്മൾ ഓൾറെഡി ഇത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അവിടെ തന്നെ നിൽക്കട്ടെ, അത് തൊടണ്ട. നമ്മുടെ index.html എന്ന ഫയൽ ഉണ്ട്. ഈ ഒരു HTML ഫയൽ എന്ത് ചെയ്യണം, ആദ്യം നമുക്കൊന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഓപ്പൺ ചെയ്ത് നോക്കണമെന്നില്ല, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനെന്ത് ചെയ്യാം, ഞാനൊന്ന് വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതിനെന്ത് ചെയ്യാം, ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കാണാലോ. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫയർഫോക്സ് വെബ് ബ്രൗസർ ഉണ്ട്, അതിലൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിലാണ് നമ്മുടെ വെബ് പേജ് ഉള്ളത്. നമ്മളോട് പറഞ്ഞത് എക്സ്റ്റേണൽ സ്റ്റൈൽസ് ഉപയോഗിച്ചിട്ട് ഇതിനെ അട്രാക്റ്റീവ് ആക്കാനാണ്. ജസ്റ്റ് നമുക്ക് ഇതെങ്ങനെയാണ് വെബ് പേജ് ഉണ്ടാവുക എന്ന് നമ്മൾ കണ്ടു. ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫയലിനെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടല്ലോ, ടെക്സ്റ്റ് എഡിറ്റർ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ HTML കോഡുകൾ ഇവിടെ കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രീതിയിലുള്ള ഒരു ചോദ്യം വന്നാൽ, എക്സ്റ്റേണൽ സ്റ്റൈൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഒരു ലൈൻ ഉണ്ട്, അതായത് ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ്. നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് നമ്മുടെ ഫോൾഡറിലേക്ക് ഒരു ഫയൽ ഇട്ടിട്ടുണ്ട് അല്ലേ, career.css. അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്റ്റൈലുകളും കൊടുത്തിട്ടുണ്ട്, കാസ്കേഡിംഗ് സ്റ്റൈൽ ആ ഒരു ഫയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയേ ചെയ്യേണ്ടൂ, ലിങ്ക് എന്ന ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു വെബ് പേജിലേക്ക് അതിലുള്ള സ്റ്റൈലുകൾ മൊത്തം കൊണ്ടുവരണം. ഓക്കെ,
അതിനുവേണ്ടി ലിങ്ക് എന്ന ടാഗ് ഉപയോഗിച്ച് ആ ഒരു CSS ഫയലിനെ നമ്മുടെ HTML പേജിലേക്ക് ലിങ്ക് ചെയ്യാൻ ഹെഡ് ടാഗ് ഇവിടെ ഉണ്ടല്ലോ. ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് ശ്രദ്ധിക്കണം, ഇവിടെ ലിങ്ക് എന്ന് കൊടുക്കുക. ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗാണ്. സ്പേസ് REL എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്. REL എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുക, സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. REL സ്റ്റൈൽ ഷീറ്റ് സ്പേസ് കൊടുത്തിട്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. ടൈപ്പ് ഈക്വൽ ടു ക്വാഡ്സ് ആയിട്ട് text/CSS സ്പേസ് href ഈക്വൽ ടു ക്വാഡ്സിനകത്ത്. വളരെ ഇമ്പോർട്ടൻറ്റ്, ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റ് പറ്റിയാൽ നിങ്ങൾക്ക് ഈ പ്രവർത്തനം മുഴുവനായിട്ട് തെറ്റും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടില്ല. ഈ href എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡബിൾ ക്വാഡ്സ് ഇട്ടിട്ടുണ്ടല്ലോ. ഈ ഡബിൾ ക്വാഡ്സ് എങ്ങനെ കൊടുക്കാന്ന് അറിയില്ലേ? കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ആ ഒരു ഡബിൾ ക്വാഡ്സിലെ സിംഗിൾ ക്വാഡ്സിന്റെ ആ ഒരു കീ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു സ്ഥലത്ത് href എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്, അതിൽ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ CSS ഫയൽ എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ചോദ്യത്തിൽ നമ്മൾ ആ കോപ്പി പേസ്റ്റ് ചെയ്യുന്നല്ലേ, ആദ്യം എന്താ career.css, ഈ പേര് അതേപോലെ കൊടുക്കുക. .css എന്ന എക്സ്റ്റൻഷൻ അടക്കം കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നു career.css. ചിലപ്പോൾ നിങ്ങൾക്ക് style.css ആകാം, ചിലപ്പോൾ style1.css ആകാം, ചിലപ്പോൾ ഇതേപോലെ കരിയർ എന്നോ വേറെ എന്തെങ്കിലും ഒരു പേരായിരിക്കും. അത് തെറ്റാതെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ ലൈന് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രവർത്തനം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 2 വട്ടം എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 വട്ടം ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സെറ്റാണ്. ഓക്കെ, REL എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ്. കൃത്യമായുള്ള ടൈപ്പ് കൊടുക്കുക, text/CSS കൊടുക്കുക. href ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് ആണ്. എന്നിട്ട് ഏതാണോ ആ CSS ഫയൽ അതാണ് നമ്മളിവിടെ വാല്യൂ ആയിട്ട് കൊടുത്തത്. ഇത്രയും ചെയ്തിട്ട് എന്ത് വേണം, ചോദ്യം നോക്കുക. സേവ് ദ മോഡിഫൈഡ് ഫയൽ index.html യൂസിങ് ദ സേവ് ആസ് മെത്തേഡ്. സേവ് ആസ് ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സേവ് അല്ല കൊടുക്കേണ്ടത്. ഇവിടെ 3 ലൈൻ ഉണ്ട് അല്ലെ, 3 ലൈനിൽ സേവ് ആസ് കൊടുക്കുക. സേവ് ആസ് കൊടുക്കുക. എവിടെയാ സേവ് ചെയ്യേണ്ടത്? ഹോമിലെ, ചോദ്യത്തിൽ പറഞ്ഞതാണ്, ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത്. exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ നമ്മൾ ഓൾറെഡി career.css എന്ന ഫയൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഫോൾഡറിനകത്താണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. പേരെന്ത് കൊടുക്കണം? index.html ആണോ? അല്ല, ചോദ്യത്തിൽ പറഞ്ഞതാണ് രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. .html എന്ന എക്സ്റ്റൻഷൻ അവിടെ തന്നെ വെക്കണം. എന്നിട്ട് അവിടെ തന്നെ വെച്ച് അത് കളയരുത്. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത്ര ചെയ്താൽ മതിയോ? പോരാ, ഇത്ര ചെയ്തിട്ട് പോവരുത്. ചോദ്യത്തിൽ പറയുന്നുണ്ട് ഓപ്പൺ ആൻഡ് ഡിസ്പ്ലേ ദിസ് ഫയൽ ഇൻ എ വെബ് ബ്രൗസർ. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുക. അപ്പൊ അത് വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്ത സ്ഥലത്തേക്ക് വരിക, ഹോമിലേക്ക് വരിക. ഹോമിലെ exam10 എന്ന ഫോൾഡർ ഉണ്ട്, exam10 എന്ന ഫോൾഡറിലേക്ക് വരിക. അവിടെ നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്തിട്ടുള്ളത് ഇതല്ലേ, 4 എന്ന പേരിലാണ്. രജിസ്റ്റർ _ 4 എന്ന പേരിൽ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സേവ് ചെയ്തിരിക്കുന്ന HTML ഫയലും ആണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ CSS ഫയലും നമ്മൾ സേവ് ചെയ്യുന്ന HTML ഫയലും ഒരേ ഫോൾഡറിലായിരിക്കണം. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് exam10ലേക്ക് ആദ്യം തന്നെ പേസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് അത് രണ്ടും ഒരേ ഫോൾഡറിലാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈലുകൾ അങ്ങോട്ട് വരും. ഓക്കെ, ഇതിനെ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഒന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ കൊടുത്താൽ മതി. കണ്ടില്ലേ, നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു വെബ് പേജ് കിട്ടി, നല്ല ഭംഗിയായിട്ട് കിട്ടി. അതും എക്സ്റ്റേണൽ സ്റ്റൈൽസ് ഉപയോഗിച്ചിട്ട്, ആ ഒരൊറ്റ ലിങ്ക് എന്ന ആ ഒരു ടാഗ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മളിത് ചെയ്തത്. ഇത്രയും ചെയ്താൽ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ 7 മാർക്ക് സെറ്റ്.